അപ്പോൾ ഇന്നെന്താണെന്ന് അറിയോ, ഇന്ന് നമ്മൾ പിന്നെ വീട്ടിലൊരു ചെറിയൊരു ജോലി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെല്ലാവർക്കും അറിയാം ഷീറ്റിട്ട വീടല്ലേ. അപ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഭയങ്കര കത്തുന്ന വെയിലാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാർ പൊട്ടും കഴിയും. ഞങ്ങളിവിടെ അങ്ങനെ ശീലിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുകയാണെന്നുള്ളൂ. ചിലപ്പോൾ പുകഞ്ഞ് പുറത്ത് ചാടും, അത്രക്കും ചൂടാണ് കേട്ടോ. അപ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഒന്നാമത് വെയിൽ കൂടുതലുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ ഒരു നെറ്റ്, നമ്മളടുത്ത് ഇതിൻ്റെ നെറ്റ്, പച്ച നെറ്റ് ഈ വാങ്ങിയത് അതുണ്ട്. അതിപ്പോൾ അത് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇസ്മായിലിനാണെങ്കിൽ വൈകുന്നേരം രാത്രി 9 മണിയൊക്കെ ആകും വരുമ്പോൾ. പിന്നെ മൂപ്പർക്ക് അതിനൊന്നും നേരമല്ല, കയ്യൂല, കുഴങ്ങിയാണ്ടാണ് വരിക. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്ക് പറ്റണ മാതിരിയൊക്കെ കെട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് പുറത്ത് ഉള്ള വെയിലിൻ്റെ ചൂട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഭയങ്കര വെയിൽ കാണില്ലേ? അത് കാണില്ലേ വെയില്? ഭയങ്കര കത്തി നിൽക്കണ വെയിലാട്ടോ. ഞാൻ പിന്നെ ഇവിടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ കുറച്ച് നെറ്റൊക്കെ കെട്ടി, പകുതിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് തൂക്കിയിട്ടിട്ടുണ്ട് ഒരു നെറ്റ്. അപ്പോൾ അത് ഒന്നിച്ച് നമുക്ക് പിന്നെ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കട്ടെ കേട്ടോ, എനിക്ക് പറ്റുമോയെന്ന് ഒന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് ക്യാമറ ഇവിടെ മെല്ലെ ഒന്ന് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. വെക്കട്ടെ കേട്ടോ. ഫാൻ ഓഫ് ആക്കണം. ഫാൻ ഓഫ് ആക്കിയിട്ടില്ല. ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഫാൻ ഓഫ് ആക്കിക്കാം. വലിച്ചു കെട്ടോ, പക്ഷെ കയ്യൂലട്ടോ. അങ്ങോട്ട് ഇടാൻ കഴിയും. ഇവിടെ ഒരു ഡ്രമ്മ്, അപ്പോൾ കസലിൽ ഇത് എത്തണില്ല. അപ്പോൾ ഡ്രമ്മ് കൊണ്ടുവന്നിട്ട് അത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറിയോ കേട്ടോ. ഇതിട്ട് കോണിട്ടുങ്ങാണ്ട് അത് കെട്ടാൻ നെറ്റ് കെട്ടാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. കോണി വെക്കാണ് കേട്ടോ. ഉമ്മഞ്ഞി ആദ്യയിലെത്തോ താഴ്ത്തോ ചാടുണ്ടെന്ന്, പക്ഷേ നമുക്കറിയില്ലല്ലോ. മേലെ നോക്ക് ചാടുക.
എൻ്റെ ഉമ്മച്ചി കയറാൻ പോവാണ്. കണ്ടോ എൻ്റെ ഉമ്മച്ചി കയറാണ് കേട്ടോ. പേടിച്ചാണ് തക്കേറണ് ചാട വന്ന് കോണി കണ്ടോ കണ്ടോ കാരി ഇതിൻ്റെ മഴക്കൊക്കെ സൈഡിൽ കൂടെ പോയി കാണിച്ചിട്ടോ. ഇറങ്ങാൻ കേട്ടോ പേടിച്ച് അവിടെ കെട്ടിക്കണ് കുറച്ചൊക്കെ. പിന്നെ നമുക്ക് അവിടെ കെട്ടണം. അവിടെ കെട്ടിയിട്ടല്ലേ നമുക്ക് ഇവിടെ കെട്ടാൻ പറ്റും. അതുകൊണ്ട് അവിടെ കെട്ടണുണ്ട് കേട്ടോ. ഇവിടെ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളെ ഈ കഞ്ചൊന്ന് കാണിച്ചു തരാം. കിണറ് ഞങ്ങളിപ്പോ എടുത്ത കല്ലായി സൈഡിൽ കൂടെ നോക്കി കേറുട്ടോ. അങ്ങോട്ട് കൊണ്ടൊന്ന് കുടിച്ചു അങ്ങോട്ട് കുടിച്ചാൽ വേണ്ടിട്ടോ സൈഡിൽ അങ്ങോട്ട് കുടിച്ചാൽ വേണ്ടിട്ടോ. അങ്ങനെ കളിച്ചല്ലോ ഞാൻ പേടിച്ചാണ്ട് ചീത്ത കുട്ടിയാണ് കേട്ടോ. പിന്നെ തൊട്ട പിന്നോളിയാണ് എന്തിനാ കാണിച്ചത് ഞാൻ. അപ്പോൾ ഇതാ കണ്ടോ സൈഡിൽ മുൻഭാഗത്താണ് ഇത് നല്ല വലിച്ച് ടൈറ്റാക്കി തന്നെ കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ കണ്ടോ ആ കമ്പിനോട് ചേർത്ത്. ഇത് ബാക്ക് ഭാഗം ഉണ്ട് അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാതെ കെട്ടിയിട്ടുണ്ട്. ഇനി ഉൾഭാഗം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ ഇതാ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു ഇതേമാതിരി ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കും. എനിക്ക് ആ കോണിപ്പുറത്തൊക്കെ കയറുന്നത് ഭയങ്കര പേടിയാട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കാണിക്കണല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആ വേക്കിൽ വെച്ചങ്ങാണ്ട് ബാക്ക് ഭാഗത്ത് പെരൻ്റെ വേക്കിൽ കൊണ്ടുപോയി വെച്ച് ആ കോണി ഇങ്ങോട്ട് മലക്കുമെന്നൊക്കെ ഉള്ളത് ഭയങ്കര പേടിട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ ചുമര് ആ മണ്ണെടുത്ത് ആ വോള് സപ്പോർട്ട് ചെയ്ത് ഞാൻ കൈകൊണ്ടും അവിടെ ഒരു കാല് വെച്ചങ്ങാണ്ട് ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.